ഹലോ, നമസ്കാരം. ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഒരു വിശേഷ ദിവസമാണ്. ഇന്ന് തൈപ്പൂയമാണ്. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴനിയിലെല്ലാം ഭയങ്കര തിരക്കായിരിക്കും. കാവടിയും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരിക്കും. ഇവിടെയും കാവടിയും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കുകളും ആഘോഷങ്ങളുമാണ് ഈ ദിവസങ്ങളിലെല്ലാം. ഞാൻ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു, ഇവിടുത്തെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇവിടെ തന്നെ ഇരുന്നു. ഭയങ്കര തിരക്കാണ്, പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. അതുപോലെ ഭയങ്കര വെയിലുമാണ്. അതുകൊണ്ട് ഞാൻ എങ്ങും പോയില്ല, ഇവിടെ തന്നെ എന്ത് ചെയ്തു, ഞാനിരുന്നു. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഇപ്പോഴാണ് എൻ്റെ വീട്ടിലെ ജോലികളും എല്ലാം കഴിഞ്ഞ് എൻ്റെ പ്രാർത്ഥനയും പൂജാ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഞാനിവിടെ സ്വസ്ഥമായിട്ടിരുന്നപ്പോഴാണ് ഒരു വീഡിയോ ആയിട്ട് എന്ത് ചെയ്യാൻ വരാം. കുറേ ദിവസമായി ഞാൻ നിങ്ങളെ ഒക്കെ ആയിട്ട് സംസാരിച്ചിട്ട് എന്ന് വിചാരിച്ചൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. നാളെ നാളെ പിന്നെ ആയില്യവുമാണ്, പൗർണമിയാണ്. അതിൻ്റെ മറ്റന്നാൾ എന്ത് ചെയ്യുന്നു, ഒന്നാണ്. അപ്പോൾ അങ്ങനെ ഈ വരുന്ന ദിവസങ്ങളിലെല്ലാം വിശേഷ ദിവസങ്ങളും ആണ്. വിശേഷ ദിവസങ്ങളെന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല മനസ്സമാധാനം, ശാന്തതയിൽ ഇരിക്കാൻ പറ്റിയ ദിവസങ്ങളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഈ ദിവസങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ 1-ാം തീയതി ആയില്യം, പൗർണമി എന്നൊക്കെ പറയുമ്പോൾ ദേവിയുടെ ഏറ്റവും നല്ല ദിവസങ്ങളാണ് പൗർണമി എന്നൊക്കെ പറയുമ്പോൾ. നമ്മൾ പ്രെയർ ചെയ്യുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെല്ലാം വിളക്ക് വെച്ച് പ്രാർത്ഥനയൊക്കെ ചെയ്യുമ്പോൾ അത് ഫലിക്കുന്ന ദിവസങ്ങളാണ് ഈ പൗർണമിയൊക്കെ. പിന്നെ പ്രത്യേകിച്ച് ആയില്യവും കൂടെ ചേർന്ന് വരുന്ന ഒരു പൗർണമിയാണ് ഈ നാളെയൊക്കെ വരുന്ന ദിവസങ്ങളിൽ. അത് കഴിഞ്ഞാൽ പിന്നെ 1-ാം തീയതി എല്ലാമാണ്. അപ്പോൾ രാവിലെ ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ ചോറൊക്കെ വെച്ചു, കറിക്കെല്ലാം അരിഞ്ഞ് വെച്ചിരിക്കുന്നു, അത് വെക്കണം. കുളിയെല്ലാം കഴിഞ്ഞ് പണികളെല്ലാം ചെയ്ത് കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് വിളക്കും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഇങ്ങ് വന്നതേ ഉള്ളൂ. അപ്പോൾ കുറേ ദിവസമായി എന്ത് ചെയ്യുന്നു, കുറേ ആളുകളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, കമൻ്റായിട്ട് വരുമ്പോൾ അവരെയൊക്കെ കാണുന്നുണ്ട്. അല്ലാതെ കുറേ ആളുകൾ കാണുന്നില്ല, പുതിയതായിട്ട് വന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഒക്കെ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ കേട്ടോ, പുതുതായിട്ട് കാണുന്ന ആളുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, വീഡിയോ കാണുവാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പുതിയ വീഡിയോകളും യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇടുന്ന വീഡിയോകളൊക്കെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിൽ വരും. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ അങ്ങനെ വരുള്ളൂ. അപ്പോൾ ഇടുന്ന പുതിയ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ചാനലും കൂടെ ഉണ്ട്, ദേവരാഗം എന്ന് പറയുന്ന ഒരു ചാനലും ഉണ്ട്. അതും ഒന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ കയറി നോക്കുക. അപ്പോൾ അത് നമ്മളിപ്പോൾ പുതിയതായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ കേരളത്തിൽ ഓരോ ദിവസവും എന്ത് ചെയ്യുന്നു, പുതിയ എന്ത് ചെയ്യുന്നു, ഓരോരോ ദുഃഖിപ്പിക്കുന്ന വാർത്തകളും ഒക്കെ കാണുന്നു. അതിനെക്കുറിച്ചൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോസൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിലാണ് കേരളത്തിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ജനിച്ച നാട്, നമ്മളുടെ നാട് എന്നൊക്കെ പറയുമ്പോൾ, സ്വന്തം നാടിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ്. ഇപ്പം അങ്ങനെ സ്വന്തം നാടിനെക്കുറിച്ച് പറയുമ്പോഴോ കേരളത്തിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്കതില്ല. കാരണം ഞാനിപ്പോൾ താമസിക്കുന്ന ചുറ്റുപാടുകളെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, ഞാൻ സ്നേഹിക്കുന്നത്. കാരണം എനിക്ക് എൻ്റെ ലൈഫിൽ ഇത്രയും കാലത്തെ അനുഭവത്തിനോട് വെച്ചിട്ട് എനിക്ക് വന്ന് വളരെ സമാധാനവും ശാന്തതയും സ്വസ്ഥതയും കിട്ടിയത് ഇപ്പോഴൊക്കെയാണ്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നിന്നൊക്കെ ഒരുപാട് അലഞ്ഞ് തിരിഞ്ഞ് നമ്മൾ റോഡ് സൈഡിലെല്ലാം കടന്ന് ഞാൻ ഉറങ്ങി. അതെല്ലാം എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനെയും കൊണ്ടും പറ്റത്തില്ല അങ്ങനെയൊക്കെ കടന്ന് ഉറങ്ങാൻ. പക്ഷെ ഞാൻ അതെല്ലാം എന്ത് ചെയ്തു, വളരെ എന്താ പറയുക, ഓരോ കഷ്ടത്തിലും ഞാൻ വളരെ എന്ത് ചെയ്തു, കോൺഫിഡൻറ്റോടു കൂടി തന്നെ വളരെ എൻജോയ് ചെയ്ത് തന്നെ, വളരെ ഈശ്വരാനുഗ്രഹം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെയാണ് എനിക്ക് അങ്ങനെയൊക്കെ കടന്ന് ഉറങ്ങാൻ എന്ത് ചെയ്തത് പറ്റിയത്. ഞാൻ അതെല്ലാം കഷ്ടതയെല്ലാം നല്ലവണ്ണം എന്ത് ചെയ്തിട്ട് എന്ത് ചെയ്ത് അനുഭവിച്ചിട്ട് തന്നെയാണ് ഇപ്പം കുറച്ച് ദിവസങ്ങളിൽ ഇപ്പോൾ വീഡിയോ ആണെങ്കിൽ ഇങ്ങനത്തെ ചെറിയ വീഡിയോകൾ ഇടാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്ന് സമാധാനപരമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കാരണം ഒന്ന് പഴയ പോലെ തന്നെ ഉള്ളൊരു
ശാന്തത അല്ലെങ്കിൽ ഒരു സ്വസ്ഥത, സമാധാനം ബോഡിയിലാണെങ്കിലും മനസ്സിലാണെങ്കിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നതുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് കറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഞാനത് ഒന്ന് സമാധാനം എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ വീഡിയോസൊന്നും എന്ത് ചെയ്തത് കറക്റ്റ് പഴയ പോലത്തെ ഇങ്ങനെ വീഡിയോകളൊന്നും വരാത്തത്. എന്നാലും ഞാൻ ശ്രമിക്കുന്നുണ്ട്, ഇടണമെന്ന് വിചാരിച്ച് എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ചില സമയത്ത് അങ്ങ് നല്ലോണം അങ്ങ് ആഗ്രഹിച്ചിട്ട് അങ്ങ് എന്ത് ചെയ്യും, അങ്ങ് മടിയെല്ലാം മാറ്റി എന്ത് ചെയ്യും, അങ്ങ് ചെയ്യും. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇത് ശംഖുപുഷ്പം ഇട്ട് തിളപ്പിച്ച ആറിയ വെള്ളമാണ്. നിങ്ങൾക്കൊക്കെ ഈ വേനൽക്കാലത്ത് നിങ്ങളെയൊക്കെ തൊടിയിലും പറമ്പിലും ഒക്കെ ഉണ്ടാവും ശംഖുപുഷ്പം. അപ്പോൾ നിങ്ങളത് പറിച്ച് ഇട്ട് എന്ത് ചെയ്യുക, വീട്ടിൽ വയ്ക്കുക. അത് ഉണങ്ങിയാലും നമുക്ക് എന്ത് ചെയ്യുക, വെള്ളത്തിലിട്ട് തണുപ്പത്ത് കിടന്ന്, വെയിലത്തല്ല കേട്ടോ, തണുപ്പിൽ കിടന്ന്, വെയിലില്ലാതെ കിടന്ന് ഉണങ്ങി എടുത്താലും നമുക്ക് എന്ത് ചെയ്യാം, അത് ദാഹത്തിനായിട്ട് നമ്മൾ ഈ ദാഹശമിനിയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഇതിട്ട് വെള്ളം തിളപ്പിച്ചാൽ നമുക്ക് കുടിക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ നിങ്ങളൊക്കെ അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇടയ്ക്കൊക്കെ തന്നെ അത് തന്നെ കുടിക്കാറുണ്ട്. ഇത് തണുത്ത് കഴിഞ്ഞ് കുടിക്കാനും നല്ലതാണ്. നമ്മുടെ മൈൻഡ് എല്ലാം റിലാക്സ്ഡ് ആവാനും നമ്മുടെ ശരീരത്തിന് കൊളസ്ട്രോളോ അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ്. ശംഖുപുഷ്പവും ചെമ്പരത്തിയുടെയൊക്കെ വെള്ളം നമ്മളിങ്ങനെ തിളപ്പിച്ചിട്ട് കുടിക്കണം. വെറും ചൂടുവെള്ളം കുടിക്കുന്നതിലും നല്ലതാണ്. അങ്ങനെ തിളപ്പിച്ച് വെച്ച് തണുത്തതിന് ശേഷം അത് ഉപയോഗിക്കുക. ഇപ്പോൾ ചെമ്പരത്തി ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ആ നടുക്കൊരു ഇതുണ്ട്, അത് മാറ്റിയിട്ട് എതള് എടുത്ത് നല്ലോണം വാഷ് ചെയ്തിട്ട് നമുക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അതിലിട്ട് തിളപ്പിച്ചിട്ട് കുടിക്കാനായിട്ട് നല്ലതാണ്. ഇപ്പം ചൂട് കാലമൊക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്, അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഞങ്ങളിങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ നിങ്ങളെ ഇടയ്ക്ക് കാണാറില്ലേ. അപ്പം ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നു, കടന്നു പോകുന്നു. പ്രത്യേകിച്ച് വലിയ വിശേഷങ്ങളൊന്നുമില്ല. വളരെ സമാധാനത്തിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊന്ന് സ്വസ്ഥമായിട്ടിരിക്കുകയാണ്. ദിവസങ്ങളിലൊക്കെ ഒരു 2 മാസമായിട്ട് ഇങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ നമ്മൾ. അപ്പം തന്നെ ഉടനെ തന്നെ എന്ത് ചെയ്യണം, കേരളത്തിലൊക്കെ പോകണം. അവിടുത്തെ സാധനങ്ങളൊക്കെ എനിക്ക് എടുക്കാനായിട്ട് എന്ത് ചെയ്യണം, എത്രയും പെട്ടെന്ന് എനിക്ക് പോകണം. ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെയാണ് എൻ്റെ മനസ്സ് മൊത്തം, എൻ്റെ സാധനങ്ങളെല്ലാം അവിടെയാണ് കിടക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് ചെന്ന് എടുത്തുകൊണ്ട് വരണം. അതിനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളെല്ലാം, നല്ല നല്ല കമൻറ്റുകളെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു ബിന്ദു എന്ന് പറഞ്ഞ ഒരാൾ എന്നെ വള്ളിയങ്കാവിൽ വെച്ച് കണ്ടു എന്ന് പറഞ്ഞു. പക്ഷേ ആരാണ് എന്താണോ ഞാൻ കണ്ടിട്ടില്ല. അവർ കണ്ടു എന്ന് പറഞ്ഞ് എന്നെ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പേര് അവർക്കറിയില്ല. അപ്പോൾ എൻ്റെ പേര് രാജി എന്നാണ്. നമുക്ക് ഒരു പേരും കൂടെ ഉണ്ട്. ഞാൻ പൂജ പഠിച്ചപ്പോൾ എനിക്കിട്ടിരിക്കുന്ന പേര് ഗംഗ എന്നാണ്. എൻ്റെ അച്ഛനും അമ്മയും എനിക്കിട്ടിരിക്കുന്ന പേര് രാജി എബ്രഹാം എന്നാണ് എൻ്റെ പേര്. അപ്പോൾ രാജി എന്നാണ് എൻ്റെ പേര്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഒക്കെ കയറി കാണുക, ഹാപ്പിനെസ് ആയിട്ടിരിക്കുക. രാവിലെ എണീറ്റ് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് കുറച്ച് നേരമൊക്കെ ഇരുന്ന് ധ്യാനവും പ്രാർത്ഥനയൊക്കെ ആയിട്ട് മനസ്സ് ശാന്തമായിട്ട് പോകാനൊക്കെ ശ്രമിക്കുക. ടെൻഷനൊക്കെ ഉള്ള ആളുകൾ. പിന്നെ എപ്പോഴും നമ്മൾ ദൈവികമായിട്ട് പോയാൽ മാത്രമേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. നമുക്കറിയാമല്ലോ, നമ്മുടെ ഓരോ ദിവസവും നമ്മുടെ ലോകത്തിൽ, നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെല്ലാം നിങ്ങൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ വളരെ ജാഗ്രതയോടുകൂടി തന്നെ നടക്കുക, എടുക്കുകയും ശ്രദ്ധ എപ്പോഴും നമ്മുടെ മുമ്പിലും ബാക്കിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം, കണ്ണും കാലും ഒക്കെ നമുക്ക് വേണം, വളരെ ശ്രദ്ധ വേണം. അതിലുപരി ഭഗവാന്റെ അടുത്ത് നല്ലവണ്ണം പ്രാർത്ഥന, ഈശ്വരഭക്തിയുള്ളവരായിട്ട് തന്നെ എന്ത് ചെയ്യുക, ജീവിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വിശേഷം. വലിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനായിട്ടുള്ള ഒരു വീഡിയോ അല്ല ഇത്. എങ്കിലും എന്ത് ചെയ്യണം, എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ എന്നെ വീഡിയോ നമ്മളെപ്പോഴും പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക.